വെൽക്കം ടു ലാൻഡ് ബ്ലോഗ്സ്. കുക്കിംഗ്, ഡ്രോയിങ്, ക്രാഫ്റ്റ് ഓൾ അണ്ടർ വൺ റൂഫ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. വാഴപ്പിണ്ടി തോരൻ. പറമ്പിലൊരു വാഴ കുലച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൊലയും വെട്ടിക്കൊണ്ടിങ്ങ് പോരും. വാഴ അവിടെ കിടന്ന് ചീഞ്ഞു പോകും. പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്ന വാഴപ്പിണ്ടി എന്ന് പറയുന്ന വസ്തു എത്രമാത്രം ഗുണങ്ങളുള്ള സാധനമാണെന്നറിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വാഴയും ചീഞ്ഞ് കളയാനായിട്ട് നമുക്ക് തോന്നില്ല. നമുക്കതിൻ്റെ ഗുണങ്ങളൊക്കെ നോക്കിയാലോ. ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ, കോൺസ്റ്റിപ്പേഷൻ തടയാൻ, ഡയബറ്റിക്സ് കൺട്രോളിൽ കൊണ്ടുവരാൻ, ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ, നല്ല ഡൈജഷന് വേണ്ടി, കിഡ്നി സ്റ്റോൺസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ, ബ്ലഡ് പ്രഷർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇത്രയേറെ ഗുണങ്ങൾ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ വാഴപ്പിണ്ടി. ശരിക്കും പറഞ്ഞ ഒരു റിയൽ ഹീറോ. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചാൽ അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യും. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. വളരെ കുറഞ്ഞ മെമ്പേഴ്സേ ഉള്ളൂ എൻ്റെ ചാനലിൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഞാൻ 1000 നന്ദി പറയുകയാണ് ഈ സമയത്ത്. ഇനിയും പുതിയതായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നേക്കരുതേ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം വെറുതെ വാഷ് ചെയ്തതാണ്. എന്നിട്ട് നമ്മളിതിങ്ങനെ ഓരോ ചെറിയ കഷ്ണങ്ങളായിട്ട്, കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പതുക്കെ ഇങ്ങ് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നാരുകൾ, ഒത്തിരി ഫൈബർ കണ്ടൻ്റുള്ള ഒരു ഫുഡ് ഐറ്റമാണിത്. അതുകൊണ്ടാണ് ഇത്രയേറെ നല്ല ഒരു വസ്തുവാണ് പറയുന്നത് തന്നെ. പക്ഷേ ഇടയിലുള്ള കാണുന്ന നാരുകൾ, അധികമായിട്ടുള്ള നാരുകൾ നമ്മളിങ്ങനെ വലിച്ച് ചുറ്റി കളയണം. അത് ഒരുപാട് ശരീരത്തിലേക്ക് ചെല്ലുന്നത് നല്ലതല്ല. നമ്മൾ ആ നാര് വിരലും കൊണ്ട് ഇങ്ങനെ ചുറ്റി എടുത്ത് കളയണം. എല്ലാ കഷ്ണവും അതുപോലെ ചെയ്യണം. പിന്നെ നാരൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ടൊരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വാഴപ്പിണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാളയംകുടം പഴമില്ലേ, അതിൻ്റെ വാഴപ്പിണ്ടി മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ വാഴപ്പിണ്ടിയുടെ ചുവടുവശമാണ് കൂടുതൽ നല്ലത് തലവശം എടുക്കുന്നതിനേക്കാളും. അതായത് കടവശം എടുക്കുക, അതിനാണ് ഗുണം കൂടുതൽ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ വാഴപ്പിണ്ടി എടുക്കുമ്പോൾ. ഒരുപാട് ലെയേഴ്സിൻ്റെ ഉള്ളിലിരിക്കണായതുകൊണ്ട് വളരെ വൃത്തിയുള്ള ഒരു ഭക്ഷണവസ്തുവാണ്. അപ്പം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. കടുകിട്ടു, കറിവേപ്പില ഇട്ടു, അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി ഇട്ടു, ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറുതീയിലിട്ട് വേവിക്കണം. ഈ സമയം കൊണ്ട് അതിന് അരപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത്, ഒരു 8-10 കാന്താരിമുളക് ഇല്ലാത്തവർ പച്ചമുളക് ഇട്ടാൽ മതി എരിവിനനുസരിച്ച്, ഒരു സവാള അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്ര ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരയ്ക്കണ്ട. പിന്നെ ഒരു 200 ഗ്രാം ചെറുപയർ, 200-100 ഗ്രാം ചെറുപയർ നേരത്തെ വേവിച്ച് വെക്കണം. അപ്പോൾ ഈ വാഴപ്പിണ്ടി വേവായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ ചെറുപയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറുപയറിട്ട് തോരനുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി അതിൽ ഈ ചെറുപയർ വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ശരിക്കും പറ്റി കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മിക്സ് അതിലേക്ക് ഇടും. 1 മിനിറ്റ് നേരം കൂടെ നമ്മൾ ആവി കയറ്റും, ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ട്. ആവി കയറ്റിയിട്ട് പിന്നെ മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലവണ്ണം വെള്ളം ഉലർത്തിയെടുക്കുക. നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണേ. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. താങ്ക് യു.